അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഫൂളാണ്. ഏപ്രിൽ 1 ആണ്. അപ്പോൾ നമുക്ക് ഏപ്രിൽ ഫൂൾ നമുക്ക് അമ്മേനെ ഫൂളാക്കാം. അമ്മേനെ നടത്തും, ബാക്കി കുഞ്ചുവിനെയൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കും. വലിയ ബുദ്ധിയൊന്നുമില്ല, എന്നാലും കണ്ടുപിടിക്കും. നമുക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് അമ്മ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ഗോൾഡ് ഊരി വെക്കുന്നു. അത് ഒരു 3-4 വട്ടം നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ വേറെങ്ങും പോയിട്ടില്ല, 2-3 വട്ടം നമ്മുടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് അമ്മ എന്നെ വാങ്ങിച്ചാണ് ഇത് ഊരി വെക്ക്. പിന്നെ അവനും ഗോൾഡ് ഇടുന്ന ഇറിറ്റേഷനാണ്, ഇഷ്ടമല്ല. അപ്പം ഞാൻ ആ ഗോൾഡ് മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ എൻ്റെ ബ്യൂറോയിലാണ് വെക്കുന്നത്, അപ്പം അതിനകത്ത് വെച്ചിട്ടില്ല. വേറൊരു അലമാര, അത് കുഞ്ചിൻ്റെ റൂമിൽ അലമാരയിൽ വെച്ചെന്ന് നമ്മൾ കള്ളം പറഞ്ഞിട്ട് ആ സംഭവം ഞാൻ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്മേനെ ഒന്ന് എത്തിച്ച് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അവിടെ വെച്ചിരുന്നതാണെങ്കിൽ ഇവിടെ വേറെ ആരെങ്കിലും മെനു എടുക്കേ? എന്തോ അമ്മ പറയുന്നേ? ഇവിടെ എന്തെങ്കിലും കയറി എടുത്തായിരുന്നോ? അപ്പുറത്ത് കൊണ്ട് വെച്ചില്ല, ഞാൻ ഇവിടെ കൊണ്ട് വെച്ചത്. കാരണം ഇന്ന് രാവിലെ നീ അപ്പുറത്ത് കയറിയില്ലേ, അതുപോലെ കയറി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിരുന്നത്. ഇവിടെ കൊണ്ട് വെച്ചെന്നുള്ളത് ഓർമ്മയാണോ? ചിരിക്കുന്നോ? അപ്പുറത്തെ അലമാര നോക്കിയായിരുന്നോ? അവക്കെന്തിനും ഉൾക്കൊണ്ട് നമ്മള് ചിരിക്കുന്നത്. നീ ഇതെങ്ങനെ ഒതുക്കിയായിരുന്നോ? അപ്പൊ ഇവ കണ്ടായിരുന്നു. അവ എടുത്തേക്ക് പറഞ്ഞാനല്ലോ അവന്. നീ പൊക്കോമ്പോ നിനക്ക് ഒരു സൂക്ഷ്മത ഇല്ല കേട്ടോ. നിനക്ക് നീ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതാ ഓരോ കാര്യങ്ങൾ ഓരോ പ്രാവശ്യം നിന്റെ അടുത്തിട്ട് 2 എണ്ണത്തിനടുത്ത് ഓരോന്ന് എടുത്തെടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും. തിരിച്ചെടുത്ത് വെച്ചിരുന്നത് എപ്പോ? ഇപ്പൊ അതെല്ലാം എടുത്തോ? ഫുള്ള് എടുത്തോ? അമ്മ ഇവിടെ അമ്മ വെച്ചത്. നിങ്ങൾ പിന്നെ ആ അലമാരപ്പ തിരക്കുന്നത് അവിടെ ഞാൻ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ പേഴ്സ് വെച്ചപ്പോ ആ ഡെപ്പയില്ലായിരുന്നു സ്വർണം വെക്കുന്നേ. ആ പെട്ട് പിന്നീട് കുഞ്ചു കാറിന്ന് എടുത്തോണ്ട് വന്നത്. കിട്ടിയോ? അപ്പോ പോടാ. ഇത് എവിടെ വെച്ചത്? ഞാൻ ഇവിടെ തന്നെ വെച്ചിരുന്നത്. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നീ എങ്ങനെ ഈ റൂമിൽ കയറി? അമ്പലത്തിൽ നിന്ന് വന്നപ്പോ എന്തായാലും ഇവിടെ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴാണ് നമ്മൾ ദൂരിയതല്ലോ. അല്ല പിന്നെ പിറ്റേ ദിവസം കുളിപ്പിക്കാൻ നേരത്തെ ഊരിയത്. ആ ശരി, അമ്പലത്തിൽ നിന്ന് വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ നിന്റെ അടുത്ത് ഊരി വെക്കണീന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെളിയിൽ പോയിട്ടാ ഞാൻ ഡെപ്പെടുത്തോണ്ട് കൊണ്ടുപോയി. കാരണം എവിടെ വെച്ചാ കൊണ്ട് കൊടുത്തേ? ഇവിടെ ഇതിനകത്താണ്. ഇവിടെ എന്തായാലും കള്ളന്മാരൊന്നും വരക്കില്ല. ബാഗിനകത്ത് ഞാൻ ഏതെങ്കിലും ബാഗിനകത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പച്ച പേഴ്സിനകത്ത് വെച്ചിട്ട് പിന്നീട് ഇവിടെ ബോക്സ് കാറിൽ നിന്ന് എടുത്തോണ്ട് വന്നു. അപ്പൊ ഞാനത് കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ വെച്ച് ഇവൻ തുറന്ന് കയറുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ച്. കുഞ്ഞെടുത്തായിരുന്നു അടിവാവേ?
ആ എന്റെ കുഞ്ഞ് പറയും. അല്ലല്ല അവന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയം എടുത്തോണ്ട് തരും. അവരുടെ അടുത്ത് വെച്ച് ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ സോപ്പാണോ എടുത്ത് കെട്ടിപ്പോയി വെച്ചേക്കാം. കെട്ടിപ്പോയി ഇങ്ങനെ വെച്ചോണം. ബാഗുകളൊക്കെ നോക്കിയോ? എല്ലാം ഞാൻ നോക്കി. ഞാനത് നിങ്ങൾ ചക്ക വെട്ടിക്കൊട്ടത് പെടക്കിവിടാന്ന് നോക്കിയത്. ഇനി ഏതൊരു തുണിയിടയിൽ അല്ലെങ്കിൽ അലമാര അടി നോക്കണം രണ്ടിൻ്റെ, അല്ലെങ്കിൽ അലമാര ഫുള്ള് വലിച്ചിട്ടിട്ട് നോക്കണം. ഈ ചെയ്യുന്ന പണിയൊന്നും പോരെ? അല്ല ഈ പെരക്കകത്തുള്ള പണികളൊന്നും പോരെ? ഈ ഉള്ളതേ ഇവിടെ ചെയ്യാൻ വയ്യ ഇവിടെ മനുഷ്യന്. നിനക്ക് ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ, ഒന്നിലും ഒരു ശ്രദ്ധയില്ലെന്ന്. അമ്മ ഞാൻ ഇവിടെ കൊണ്ടുവച്ചത് ഒരിക്കൽ ആധാർ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് വന്നു. അതെന്റെ കയ്യിലായിരുന്നെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് അത് അപ്പോഴേ എന്നത് വാങ്ങിച്ച് 150 പ്രാവശ്യത്തിന്റെ അതിനകത്ത് ഞാൻ നോക്കും അത് എടുത്തോ ഉണ്ടോ ഉണ്ടോന്ന്. നിങ്ങളങ്ങനല്ല, എടുക്കുന്ന സാധനം അവിടെ കളഞ്ഞിട്ട് പോകും. കുഞ്ഞാ ഇങ്ങോട്ട് ഇറങ്ങിയേ, അവരും കൂടെ തപ്പാത്തന്നെ കുഴപ്പമുള്ളൂ. പോടുന്നുണ്ട് ഞാൻ വല്ല ചീത്തയും വിളിച്ചോളെ. കൊച്ചു നിൽക്കുന്നുണ്ട് ഒന്നും പറയുന്നില്ല. എത്ര സാധനം ബോധം ഉണ്ടാക്കി കൊണ്ട് കളയോ? ഞാൻ കളഞ്ഞെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ അത് വെച്ചിരുന്നത്. എന്നിട്ട് എന്തിയെ ഈ അലമാരെ കൊണ്ട് വെക്കണ്ടായിരുന്നു. അപ്പുറത്തെ ഞങ്ങളെ റൂമിൽ തന്നെ വെച്ചാൽ ഈ അലമാരെ കൊണ്ട് വെച്ചാൽ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പറഞ്ഞു പോവാ? അപ്പുറത്താരും ഇവിടെ ഇരിക്കത്തല്ലേ ഉള്ളൂ. ആ പേഴ്സിനകത്ത് നോക്കിയേ. എന്താ കുഞ്ഞാ ഇവണ്ടായിരുന്നേ? ഇപ്പഴത്തെ സ്വർണ്ണ വഴിയിൽ അവളുകൊണ്ട് കളഞ്ഞേക്കുന്നു. അവളോട് ബോധം പൊക്കണുണ്ടെങ്കിലല്ലേ ഇതിനൊക്കെ. എന്താ അതിന്റെ അതേ നോക്കി ആ ഡപ്പയ്ക്കകത്ത് വെച്ച് അപ്പുറത്തലമാരയിൽ എപ്പോഴും കൊണ്ട് വെക്കുന്നത്. അപ്പൊ അപ്പുറത്തലമാരെ തന്നെ കൊണ്ട് വെച്ചൂടെ? പൈസ 500 രൂപ ഇവന്റെ ഡ്രസ് ഓർഡർ ചെയ്യാനുണ്ടോ? അങ്ങനെ അങ്ങനെ ഞാൻ മാല പോയ 500. അയ്യോ മാല ഞാൻ അമ്മേ മാല പോയിട്ട് 500 രൂപ എന്ത് വെച്ചത്? എന്തുവാ ഇത്? തുണിയുടെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നെ ഇത്. എന്തായാലും തുണിയുടെ ഇടയ്ക്കൊന്നും ആരും വെക്കാൻ പോകുന്നില്ല. ഈ അലമാരയുടെ സ്ഥലം കിടക്കുമ്പോൾ ശേഷമാണോ ഞാൻ വെച്ചത്? അപ്പൂസ് അങ്ങോട്ട് മാറി ഒരു സാധനം എടുക്കത്തില്ല. അവളെ എല്ലാം എടുത്ത് കൈ കൊടുക്കുന്നുണ്ട്. ആ അതിന്റെ നിക്കുന്നുണ്ടെങ്കിൽ അത് വരെ എടുത്ത് അവളെ കൈ കൊടുക്കുന്നത്. പിന്നെ അപ്പൂസിനകത്ത് എന്തോ ഉണ്ടാക്കാനാ? പിന്നെ അപ്പൂസ് ഉണ്ടാക്കി എന്തിനാ? അവന് പല്ലിയേക്കാൻ പ്രശ്നമാണെങ്കിൽ അവിടെ കൈ കൊടുക്കണം. അവനെ ഞങ്ങളാരും തപ്പാൻ പോകുന്നു. വിധി അപ്പൂസൊക്കെ വിളിക്കുമ്പോഴേ പറഞ്ഞു എവിടെ ഓർമ്മയില്ല എന്ന് പറഞ്ഞു. എന്താ ഈ പെരക്കാത്ത വെള്ളം കാണും. കള്ളന്മാരതിനകത്ത് കയറുന്നില്ലല്ലോ. ഇങ്ങനെ കളി കാണുന്നു. എനിക്ക് വേണ്ടായേ കൊച്ചു ഓർമ്മ ഇവിടെ സമയമില്ല. എനിക്ക് ജോലിയുണ്ട്. പിന്നെ മാല പോയ ഞാനിങ്ങനെ ഇരിക്കാൻ പോവല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്തത് എനിക്ക് വേണ്ട. എപ്പോഴും ഇരിക്കുന്നതിൻ്റെ ഉണ്ടല്ലേ എന്നത് അല്ലേ? എപ്പോഴും ഇരിക്കുന്നതിൻ്റെ ഉണ്ടല്ലേ എന്നത്
കൂടുതൽ ആക്ഷൻ ഇട്ടിട്ടില്ല, കുറച്ച് ആക്ഷൻ 70,000 രൂപയുടെ സാധനം. എന്നിട്ട് അവളിങ്ങനെ ഒരു കൂസലും ഇല്ലാതെ അവൾ നിൽക്കുക വന്ന്. ചീത്ത വിളിച്ചിരുന്ന നാട്ടുകാർ മൊത്തം കേട്ടത്. നമ്മുടെ സ്വർണം ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെ ഉണ്ട്, വേറെ എങ്ങും പോയിട്ടില്ല. ഇതിനകത്ത് നമ്മൾ സുദർശന ജ്വല്ലറി നിന്നാണ് ഇത് വാങ്ങിയത്, അല്ലല്ലോ? ശരി, അതിനകത്ത് വിജയകൃഷ്ണൻ വാങ്ങിച്ച സ്വർണം ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. ഇവിടെ കള്ളനും കള്ളിയും ഒന്നുമില്ല. ഇവിടെ ആകെ കള്ളന്മാരും കള്ളികളും വരുന്നത് ഫുഡിന് മാത്രമാണ്. ഫുഡ് അടുക്കളയിൽ പോയി വരവ് തിന്നാനായിട്ടാണ്. കള്ളനും കള്ളി കൈവെക്കാതെ കൈവെക്കാതെ കൈവെക്കാതെ. എന്തും ഇവിടെ പനിയാണ് കഴിച്ച് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ പോയി, ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. പനി മരുന്ന് കഴിച്ചിട്ട് കുറച്ച് കുറവുണ്ടാവും, എന്നിട്ട് വീണ്ടും കാരണം ചാട്ടമാണ്. കുഞ്ഞിന്റെ സ്വർണം. ഏപ്രിൽ ഫൂളിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക്? ഏപ്രിൽ ഫൂള് പൊക്കാമോയെ നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല, കണ്ടില്ലെന്ന് പറയാന്. സ്വർണ്ണം ഉണ്ടല്ലോ, അത് ഈ സ്വർണ്ണവിലക്ക് എത്ര രൂപ വരും അമ്മ? ഇത് കൊണ്ടുപോയ ഞങ്ങൾ പൈസ വെളിപ്പെടുത്തുന്നതല്ല, 1,00,000 താഴെയാണ് അല്ലേ അമ്മ? അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം ആളുകൾ വലിയ ഒത്തിരി ഉണ്ട് എന്ന് വിചാരിച്ചോട്ടെ. കള്ളന്മാരൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒത്തിരി ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും ഇല്ല. അതിനകത്തൊരു തേങ്ങയില്ല എടുക്കാൻ. എടാ നീ എന്ത് ഇവിടെ കിടന്ന് വേറെ വന്നേ? ഇന്നലെ ഡാൻസ് കളിച്ചിട്ട് വന്ന എൻ്റെ ക്ഷീണമാണ് ഗൈസ്. ഡാൻസിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതും സ്വർണ്ണമൊന്നുമല്ല, ഇതല്ലേ സ്വർണ്ണമാണ്, ഇത് സ്വർണ്ണമാണ് ഗൈസ്. ഇത് പുലി, ഇത് പുലി. എടാ പുലിപ്പല്ലൊന്ന് കാണിച്ചു കൊടുക്കടാ, പുലിപ്പല്ല് കാണിച്ചു കൊടുക്ക്. എടാ നിന്റെ അച്ഛൻ വേട്ടയ്ക്ക് പോയിട്ട് വാങ്ങിച്ചോണ്ടെന്ന് പുലിപ്പല്ലെന്ന് പറയാടാ ഗൈസ്. അപ്പം നമ്മുടെ ഏപ്രിൽ ഫൂളിന്റെ പ്രാങ്ക് വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നിസാരമായിട്ട് അത് സ്വർണം. കുഞ്ചു ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ കുറെ നേരം കൊണ്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇവിടെ എവിടെ വെച്ചാലും ഈ ഇത് വിവോ X200 ആണ്. അപ്പൊ ഇത് എവിടെ വെച്ചാലും ഈ പാണ്ടാളം ക്യാമറ ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ ബൈനത്തിരുന്ന് അറിയത്തില്ല. അതറിയത്തില്ല, ഞാൻ ആ സ്ഥലം കണ്ടുപിടിച്ചത്. പക്ഷെ അത് സെറ്റ് ചെയ്ത് തന്നപ്പോ ഇതിൽ ഞാൻ ചീത്ത വിളിക്കാത്ത കാര്യമാണ്. ചീത്ത വിളിച്ചെങ്കിൽ ആളുകളെല്ലാം അറിഞ്ഞാനെ. അതിന്റെ എന്നെ കെട്ടിയവരൊക്കെ പറഞ്ഞേക്കുന്നത് അവനുള്ള നിക്കർ വരെ അവൻ കാണണ്ട കേട്ടോ ഈ വ്ളോഗ്. അവൻ കണ്ട എന്തോ ഞാൻ ഉള്ള കാര്യമല്ലേ അറിഞ്ഞേ. അവന് നിക്കർ ഇടാനുള്ള നിക്കർ വേണമെങ്കിൽ അവളത് കൈ കൊടുക്കണം. അവനാ അലമാരി തപ്പുന്നത്. അമ്മച്ചി എന്റെ കയ്യിൽ നിന്ന് കിട്ടിയനെ കേട്ടോ, നല്ല കേട്ടനെ. ആ കൊച്ചു നരന്ത് പിടിക്കുന്ന ചീത്ത വിളിക്കാത്ത. ഉറക്കം എണീറ്റേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഇതെടുത്തോണ്ട് ഇപ്പം ഈ ഒരു ഡ്രോ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഫിനിഷ് എന്നല്ല, എന്താ പറയുക, കണ്ടേ എല്ലാം വാരി വരച്ച്. അതുകൊണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ കണ്ട്, കുറച്ച് ഫോട്ടോസ്, ഒരു ഹെഡ്സെറ്റ് നോയ്സിൻ്റെ, പിന്നെ ദാണ്ട് ഈ ഒരു കാശ്മീരി നപ്പൂസ് കൊണ്ടുവന്നൊരു വള്ളം, പിന്നെ ദാണ്ട് നമ്മൾ ഈഗിള് ഏതിനകത്ത് ഈഫിൾ ടവറിനകത്ത് കയറിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇത് അമ്മയ്ക്ക് അപ്പൂസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വാച്ചാണ്, ഗിഫ്റ്റ് കാശ്മീരിൽ നിന്നുള്ള. അമ്മ ഇതൊന്ന് തുറന്നേടി. ഇതൊരു അപ്പൊ ഗൈസ് ഈ ഒരു പ്രാങ്കും നമ്മൾ ഇതപ്പം നമ്മുടെ വ്ളോഗിൽ നമ്മൾ 3ാമത്തെ പ്രാങ്കായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം മറ്റൊരു പ്രാങ്കുമായിട്ട് അമ്മേനെ പറ്റിക്കാനായിട്ട് ഞങ്ങളോടനെ അത് വല്ലാത്തൊരു കോമഡിയായി പോയി. അങ്ങോട്ട് കാണിച്ചു കൊടുത്ത പല്ലില്ലേ നിന്റെ പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ. ഞങ്ങൾ കരുതിയേ പല്ലി കമ്പി ഇടാൻ നേരത്ത് ഞാനൊക്കെ വിചാരിച്ച പല്ലി കമ്പിയുടെ അങ്ങോട്ട് പോവാ, പല്ലി കമ്പിയുടെ വരിക. പക്ഷെ ഇതിന് ഒത്തിരി പ്രോസസ്സ് ഉണ്ടെന്ന് ഞാനും സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതെ, ഒത്തിരി പ്രോസസ്സ് ഉണ്ട്. ആദ്യം പല്ല് പോയി എടുക്കും, ക്ലീൻ ചെയ്യും. ഇപ്പം തന്നെ 2-3 വട്ടം പോയല്ലേ, പോയി ഇപ്പോൾ പല്ല് കമ്പി ബാൻഡ് ഇട്ട് അതിനുശേഷം പല്ലെടുത്ത് ഇനിയിപ്പം ക്ലീൻ ചെയ്യണം, കമ്പി ചെയ്യണം. അപ്പം ഇപ്പം തന്നെ വയ്യേ, അവൾക്ക് വയ്യേ.
ഒട്ടും വയ്യ. കമ്പി ഇട്ട ഇനി ഇവള് ജീവനോട് ഇവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ലേലേ ആൾക്കാർ എന്നെ നിർക്കോലി അതായത് അതൊക്കെയാണ് അവിടെ വിളിക്കുന്നത്. ഇനി എന്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മറ്റൊരു വ്ലോഗിൽ കാണുന്നവരെ